ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് ഞാൻ മുറ്റടിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാൻ വൈകി എഴുന്നേൽക്കുന്നതുകൊണ്ട് അടുക്കളയിലെ മാത്രം കുക്കിംഗ് മാത്രം കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നെന്താണെങ്കിലും മുറ്റടിക്കലും പിന്നെ ചെടി നനക്കലും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കിഴക്ക് വശം ഉണ്ട്. ഇത് കിഴക്ക് വശത്ത് കുറച്ചധികം കരിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള പറമ്പിലെ കുറച്ച് മരങ്ങളുടെ ഇലകളൊക്കെ ഇങ്ങോട്ടാണ് കേട്ടോ വീഴുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് കേട്ടോ അധികം അടിക്കാനുള്ളത്. പിന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാൽ അപ്പുറത്ത് ഞാൻ പഠിക്കാൻ നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത് വടക്ക് വശമാണ്. അപ്പോൾ അവിടെയും പടിഞ്ഞാറ് വശവും തെക്ക് വശവും എല്ലാം അടിച്ച് കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടം ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നനക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി നട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാരത്തിൽ തന്നെ തക്കാളി ഉണ്ട്, വെണ്ട കുറച്ച് നട്ടിട്ടുണ്ട്, പിന്നെ സവാളയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നനക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് പോന്നു. പാല് വന്നിട്ടുണ്ടായിരുന്നു. പാല് കാച്ചാനായിട്ട് വെച്ചിട്ട് മോനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്ത് എന്തോ കാര്യത്തിന് പോയി അപ്പോഴേക്കും പാല് തിളച്ച് വന്നപ്പോഴേക്കും അവൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, ക്യാരറ്റ് മച്ചിങ്ങയും കൂടി വെച്ച് മെഴുക്കുവറ്റി അതൊന്ന് ചൂടാക്കി മാറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ചോറിനുള്ള അരി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കൂടി തിളക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കാലിയാക്കാനുള്ള പാത്രങ്ങളെല്ലാം കാലിയാക്കി എടുത്തു. എന്നിട്ട് അത് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ഞാനത് വെള്ളത്തിലിടാൻ മറന്നു. ഇന്ന് രാവിലെ ആയിട്ട് ഇട്ടത്. അവ എങ്ങനെ ഉണ്ടാവും, വേവോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ പീസ് കഴുകിയെടുത്തു. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളകും അരിഞ്ഞിട്ടു. പിന്നെ ഒരു 3 പച്ചത്തക്കാളിയും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു. പിന്നെ അടുപ്പത്തേക്ക് വെക്കുവാണേ. പീസറി ഉച്ചത്തേക്കാണ് അത് വേവാൻ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഉപ്പുമാവും പഴവും പപ്പടവും കട്ടൻ ചായ എല്ലാം കൂടി കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, അത് വാർത്തിടുകയും കൂടി ചെയ്തിട്ടോ. കഴിച്ചൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ പീസ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോവയ്ക്കുണ്ട്, അതൊന്ന് മെഴുക്ക് വെറ്റി ഉണ്ടാക്കണം. അത് അരിയാൻ നിന്നപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാവ് കിടന്ന് കരച്ചിൽ തുടങ്ങി. ഉറക്കം വരുന്നു, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ പറഞ്ഞ് കരച്ചിൽ തുടങ്ങിട്ടോ. പിന്നെ അവളെ എടുത്തുകൊണ്ട് അവൾ ഉറക്കാൻ പോയി. അങ്ങനെ അവളെ കൊണ്ട് ഉറക്കിയതിന് ശേഷം കോവക്ക മെഴുക്ക് വെറ്റിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഗ്രീൻ പീസ് കറിയും കോവക്ക മെഴുക്ക് വെറ്റിയും ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും പപ്പടവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.